ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. മറ്റന്നാൾ, അതായത് നാളെ കഴിഞ്ഞുള്ള നെക്സ്റ്റ് ഡേ ആണ് ഉറപ്പിക്കൽ. അപ്പോൾ നമ്മൾ 3 ഫങ്ഷൻസ് ആണ് നടത്തുന്നത്. ഉറപ്പിക്കൽ, എൻഗേജ്മെൻറ്റ്, കല്യാണം. അല്ലാതെ അതിൻ്റെ ഇടയ്ക്കുള്ള വേറെ ഹൽദി, മെഹന്തി, സംഗീത് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. വളരെ ഒരു സിമ്പിൾ വെഡ്ഡിങ് ആണ് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര തിളങ്ങി നിൽക്കുന്നുണ്ടല്ലേ, അത് സൺ കിസ്ഡ് ആയിരിക്കുന്നതുകൊണ്ടാണ്. ജനലയുടെ അവിടെയാണ് ക്യാമറ വെച്ചേക്കുന്നത്, അതുകൊണ്ടാണ് ഈ നാച്ചുറൽ ഗ്ലോ ഒന്നുമല്ല, വെയിലടിച്ച് മുഖത്ത് വെയിൽ കൊള്ളുന്നതിൻ്റെയാണത്. അപ്പോൾ എനിക്ക് മെഹന്തിയൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കല്യാണത്തിന് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ വെഡിങ് അല്ലേ, അപ്പം വെള്ള കളർ, അപ്പോൾ ആ ഒരു അറ്റാറിൻ്റെ ഒപ്പം മെഹന്തി ചേരില്ല. അപ്പോൾ പ്ലസ് വീട്ടിൽ നിന്നും ആർക്കും താല്പര്യമില്ല. അപ്പോൾ പിന്നെ എൻഗേജ്മെൻറ്റിനായിട്ട് ഇടാനുള്ള ഓപ്ഷൻ. പക്ഷേ എൻഗേജ്മെൻറ്റിന് ഇട്ട് കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ ടൈം ആകുമ്പോഴേക്കും അത് ഫുള്ളി പോവില്ല. അപ്പോൾ കുറച്ച് മാത്രമായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അത് വൃത്തികേടല്ലേ. അപ്പോൾ അത് കാരണം ഉറപ്പിക്കലിന് മെഹന്തി ഇടാനാണ് പ്ലാൻ. സോ ഒരു ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി വീട്ടിൽ വന്ന് ഇട്ട് തരും. അപ്പം എൽബോ വരെയൊന്നുമില്ല, ജസ്റ്റ് കൈയൊക്കെ തിളങ്ങുന്നു. ക്യാമറയുടെ പ്രശ്നമാണ്. എന്തായാലും കൊള്ളാം, ഒരു ഗ്ലോ ആയിട്ടിരിക്കട്ടെ. ഇവിടം തൊട്ട് 2 സൈഡിൽ 2 കൈ ഇടാനാണ് പ്ലാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് മെഹന്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മെഹന്തിയൊക്കെ ഇട്ടിട്ട് ഒരു കല്യാണ പെണ്ണ് ലുക്കിൽ വരാം. ഓക്കെ, അപ്പം അതാ മൈലാഞ്ചി ഇട്ടു. കാണാൻ പറ്റുമോ എന്നറിയില്ല, പേര് എഴുതിയിട്ടുണ്ട് കണ്ടോ. സോ ഞാൻ നേരത്തെ പറഞ്ഞ ഫുൾ സ്ലീവ് ഡ്രസ്സാണ്. അപ്പം അത് കാരണം എൽബോ വരെ ഒന്നും ഇട്ടില്ല. ഇവിടെ തൊട്ട് തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫൗസിയ എന്നാണ് പേര്. പുള്ളിക്കാരി വീട്ടിൽ വന്ന് പെട്ടെന്ന് തന്നെ ഇട്ട് തന്നു കേട്ടോ. ഭയങ്കര സൂപ്പറായിട്ട് പറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെട്ടു. ഇനി ഇത് കഴുകി കളഞ്ഞതിന് ശേഷം, കഴുകാൻ പാടില്ല. സോ ഇതിന് മൈലാഞ്ചി ഇടുന്നതിന് കുറച്ച് ടിപ്സ് പറഞ്ഞു തന്നത്. മൈലാഞ്ചി ഇട്ടതിന് ശേഷം ഉണങ്ങി തുടങ്ങുന്ന സമയത്ത് നമ്മൾ നാരങ്ങ നീരും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തൊരു സിറപ്പാക്കാം. എന്നിട്ട് ആ സിറപ്പാക്കിയിട്ട് ചെറുതായിട്ട് ഉണങ്ങി വരുന്ന ഭാഗത്ത് ഒപ്പിക്കൊടുക്കാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കുറേയും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. പെട്ടെന്ന് കളർ വരികയും ചെയ്യും, ഡാർക്ക് ആവുകയും ചെയ്യും. പിന്നെ പുള്ളിക്കാരി പറഞ്ഞ വേറൊരു ടിപ്പാണ് കേട്ടോ. നമ്മളുടെ ബോഡി ഹീറ്റ് അനുസരിച്ചിട്ട് കളറ് മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചൂടുള്ള ബോഡി ആണെങ്കിൽ പെട്ടെന്ന് കളർ വെക്കും. അതുപോലെ കുറച്ച് ഡാർക്ക് ആവും ചെയ്യും. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയൊരു അറിവായിരുന്നു. അപ്പം മൈലാഞ്ചി ഇടാൻ ഇടുന്നവരെ കുറിച്ച് ഒരു ടിപ്പ്. പിന്നെ നമ്മളത് ഒപ്പിക്കൊടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു 6 hours വെക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് കഴുകി കളയരുത്. അത് തന്നെ പൊളിഞ്ഞു വരുമല്ലോ. ആ പൊളിഞ്ഞു വരുന്നത് അങ്ങനെ പൊക്കോട്ടെ. അതിനുശേഷം കൈ ഇങ്ങനെ വരച്ചല്ലെങ്കിൽ പൊളിച്ച് കളയാനായിട്ട്. പിന്നെ മറ്റന്നാളാണ് ഫംഗ്ഷൻ. അപ്പോൾ മാക്സിമം സോപ്പും സാനിറ്റൈസർ അതൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞു. ഇതൊക്കെയാണ് പറഞ്ഞേക്കുന്ന ടിപ്സ്. ഇപ്പം തന്നെ ആക്ച്വലി ഇടുമ്പോൾ തന്നെ പോകുമ്പോൾ തന്നെ ആ ഒരു ഓറഞ്ച് കളർ കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് രാത്രി ഫുൾ കളറിന് ശേഷം നാളെ രാവിലെ കളർ കൂടും വെക്കും. വൈകുന്നേരം ആകുമ്പോൾ കൂടുതൽ ഡാർക്കായി വരാം. എന്തൊക്കെ അഭ്യാസങ്ങളാണ് ഇത്. 6 മണിക്കൂർ കഴിഞ്ഞിട്ട് കളയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഫുൾ പൊളിച്ച് കളഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ കുറച്ച് ഡ്രോപ്പ് തേക്കാൻ പറഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് കുറേയൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇപ്പോൾ സമയം 5 മണിയായി. എനിക്കാണെങ്കിൽ തലവേന എടുക്കുന്നു. ചായ കുടിക്കാൻ പിടിക്കാനൊരു നിവൃത്തിയില്ല. അപ്പം അത് കാരണം സ്ട്രോ വെച്ച് കുടിക്കുന്നു. കൊള്ളാം ഓരോരവസ്ഥകൾ. ഓക്കെ, അപ്പം ഇനി ഇത് ഫുൾ കളഞ്ഞതിന് ശേഷം കാണിച്ചാൽ. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നാണ് ഉറപ്പിക്കലിൻ്റെ ദിവസം. ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ കണി കണ്ടത് ഈ 2 സുന്ദരി റോസാപ്പൂക്കളിലാണ് കേട്ടോ. രാവിലെ 6:30 ആകുന്നു ടൈം. ഇന്ന് സൺഡേ ആണ്. എല്ലാവരും പള്ളിയിലൊക്കെ പോയേക്കാണ്. ഞാൻ പക്ഷേ പ്രോഗ്രാം ഉള്ള കാരണം എനിക്കിനി കുറിച്ച് റെഡിയാക്കി ആവണം. അപ്പോൾ അത് കാരണം ഞാൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടാണ് പള്ളി പോകുന്നത്. അപ്പം ഇനി റെഡിയായിട്ട് കാണാം. അങ്ങനെ ഞാൻ റെഡിയായി. ഞാനൊരു ലെഹങ്കയാണ് ഇട്ടിരുന്നത്. ഇത് മെറ്റീരിയൽ ഓൺലൈൻ വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്.
അങ്ങനെ റെഡിയായി ഞങ്ങളെല്ലാവരും പതുക്കത വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഉറപ്പിക്കൽ മാത്രമല്ല കേട്ടോ, വേറൊരു സ്പെഷ്യൽ ഡേ കൂടിയായിരുന്നു ഇത്. മനുവിൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ 101st ബർത്ത്ഡേ സെലിബ്രേഷനും കൂടി അന്ന് നടന്നിരുന്നു. നല്ലൊരു വിഭവസമൃദ്ധമായ ലഞ്ചായിരുന്നു അത്. പക്ഷേ നമ്മൾ ഈ പരിപാടിയുടെയൊക്കെ തിരക്ക് കാരണം അങ്ങനെ അധികം ആസ്വദിച്ച് ഫുൾ കഴിക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും കഴിക്കാൻ പറ്റുന്ന അത്ര എൻജോയ് ചെയ്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നിരുന്ന സമയത്ത് ഞങ്ങൾക്ക് പക്ഷെ വേറൊരു ടാസ്ക്കാണ് കിട്ടിയത്. തകൃതിയായി ഫോട്ടോഷൂട്ട് നടക്കാൻ കേട്ടോ അവിടെ. ഇങ്ങനെ നിൽക്ക്, അങ്ങനെ നിൽക്ക്, തിരിഞ്ഞ് നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് അതൊക്കെ ഇഷ്ടമായിരുന്നു. ഞാനപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ സമയം ആക്ച്വലി അവിടെ പോയിരുന്നു.